നിങ്ങൾ കൊള്ളി ഹിൽസിൽ ഒരു ബഡ്ജറ്റ് സ്റ്റേ ആണ് നോക്കുന്നതെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തങ്ങാം. കാരണം ഇവിടെ ഇഷ്ടം പോലെ റൂമുണ്ട്. ഇത് വരുന്നത് നമ്മുടെ സെമ്മേഡ് ബസ് സ്റ്റാൻഡിൽ, കൊള്ളി ഹിൽസിലെ സെമ്മേഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു വഴിയുണ്ട്. ആ വഴി അങ്ങോട്ട് കയറി ജസ്റ്റ് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ബോർഡ് കാണാം, മലൈ വീട് റിസോർട്ട് എന്നും പറഞ്ഞുകൊണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ റൂമുകളുണ്ട്. ബാച്ചിലേഴ്സിന് താമസിക്കാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും താമസിക്കാനായിട്ട് ഇഷ്ടംപോലെ കോട്ടേജുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ റൂംസ് താമസിക്കാനായിട്ടുള്ള റൂംസാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഏകദേശം നമുക്ക് ഇവിടെ ഒരു 1000 രൂപ 800 രൂപ തൊട്ട് നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. ഈ റൂംസ് എല്ലാം ഏകദേശം 800 രൂപ ആ ഒരു ബഡ്ജറ്റിൽ, 800 രൂപയ്ക്കകത്ത് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ബഡ്ജറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതുണ്ട്, ഇതെല്ലാം അങ്ങനത്തെ റൂമുകളാണ്. ഇതൊക്കെ ഒരു 800 രൂപ. പിന്നെ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഏകദേശം പിന്നെയും കുറച്ച് കിട്ടും. പിന്നെ 2 വഴിയുണ്ട്. ഞാനെടുത്തത് ഇതിനകത്താണ്, ഇതിനകത്ത് കയറുന്ന ഇതിനകത്താണ്. ഇനിയിപ്പോൾ 2 വഴിയുണ്ട്. ആ വഴി, പിന്നെ രണ്ടാമത് ഈ സെമ്മേഡ് ബസ് സ്റ്റാൻഡിൻ്റെ പുറവശത്താണിത്. ഇതിനപ്പുറത്ത് കാണുന്ന ഭാഗമാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിലെ ഒരു ചെറിയൊരു റോഡുണ്ട്, ബസ് സ്റ്റാൻഡ് കഴിഞ്ഞോട്ട് ഒരു മണ്ണിട്ട റോഡ്, അത് നേരെ ഈ റിസോർട്ടിലോട്ടാണ് വരുന്നത്. ഈ ഭാഗമെല്ലാം ഇതെല്ലാം അവരുടെയാണ്, ഇതെല്ലാം റൂംസാണ്. നമ്മളെടുത്തത് ഇതിനകത്താണ്. ഇവിടെയാണ് ഫാമിലിക്ക് റൂംസ് വരുന്നത്. നമ്മൾ ഈ റൂമിലാണ് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൽ ഏകദേശം ഇവിടെ ഒരു ബെഡുണ്ട്, ഏകദേശം 4 പേർക്ക് കിടക്കാം. പിന്നെ ബാത്റൂം അത്ര വലിയ നീറ്റെന്നൊന്നും പറയാനില്ല, എന്നാലും വലിയ കലിപ്പില്ല. പിന്നെ ഹോട്ട് വാട്ടർ ഉണ്ട് ഏത് സമയത്തും. പിന്നെ രാവിലെ ഇവർ കോൺവെൻ്ററായിട്ട് ഫുഡ് തരുന്നുണ്ട്. നല്ല സാമ്പാർ, ചട്നി എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇഡലി, ദോശ ഉണ്ടായിരുന്നു. ദോശ നമുക്ക് ഇതനുസരിച്ച് അവർ ചെയ്തു തരും. ഇതാണ് അവരുടെ റിസപ്ഷൻ വരുന്നത്, കണ്ടില്ലേ? റിസപ്ഷനിലാണ്. ഇപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ സാധാരണ രീതിയിൽ ഒരാൾക്ക് ഇത്ര രൂപ എന്ന് വെച്ചിട്ടല്ലേ, ഇവിടെ അങ്ങനെ ഒരു റൂമിന് ഇത്ര രൂപ. അതായത് 4 പേരാണെങ്കിലും 5 പേരാണെങ്കിലും ആ ഒരു ഫാമിലി റൂമിൽ 1000 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ പാർക്ക് ചെയ്യാൻ കേട്ടോ. വണ്ടി ഇവിടെയും പാർക്ക് ചെയ്യാം, അപ്പുറം സൈഡിൽ പാർക്ക് ചെയ്യാം. പിന്നെ വണ്ടിയോ ഇല്ല, നമ്മുടെ സാധനമൊന്നും എടുത്തുകൊണ്ട് പോകുന്നു ആർക്കും പേടി കണ്ടതുണ്ട്. അതുപോലെ ക്യാമറ എല്ലായിടത്തും ഉണ്ട്. അവിടെ ഉണ്ട്, പുറവശത്തുണ്ട്, ആ ഭാഗത്തുണ്ട്, എല്ലായിടത്തും ഫുൾ CCTV ക്യാമറ ഇവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും പോകുമെന്ന് പേടിക്കേണ്ട. വണ്ടിക്ക് പാർക്കും ചെയ്യാം. വണ്ടിയാണല്ലോ മെയിനായിട്ടും, നമ്മൾ വരുന്ന വണ്ടിയാണല്ലോ മെയിനായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറച്ച് കിട്ടും. ഏകദേശം ബാച്ചിലേഴ്സിൻ്റെ റൂംസൊക്കെ ഒരു 500 രൂപ 600 രൂപ റേറ്റിന് കിട്ടും. സംസാരിച്ചാൽ 800 ചോദിക്കുന്നത്, അത്രയും റേറ്റിന് കിട്ടും. പിന്നെ ഫാമിലി റൂംസ് നമ്മൾ വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞാൽ 2000 ആണ്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് തരും. ഏകദേശം എനിക്ക് 1000 രൂപയ്ക്കാണ് അവർ റൂം തന്നത്. അപ്പം ഞങ്ങൾ 2 പേരുള്ളവർ. ആ റൂമൊക്കെ ഒരു 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ആ 4 പേർക്കെന്ന് പറയുമ്പോൾ 250 രൂപ വെച്ചല്ലേ ഒരാൾക്ക് വരുന്നുള്ളൂ. പിന്നെ രാവിലെ ഫുഡുണ്ട്, അവിടെയാണ് അവരുടെ ക്യാൻറ്റീൻ വരുന്നത്. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.